എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുമതി വളവ്, സർക്കിറ്റ്, ലോക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഹൗസ് മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാൻറ്റസി ഹൊറർ സിനിമയാണ്. ശിവകാർത്തികനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ C5 ആണ് വാങ്ങിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ മാസം 19-നാണ് ഹൗസ് മേറ്റിൻ്റെ OTT റിലീസ്. മലയാളം അടക്കമുള്ള എല്ലാ ലാംഗ്വേജിലും സിനിമ അവൈലബിൾ ആണ് റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപ് നിതാപള്ളിയാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു റിയൽ സ്റ്റോറി മൂവിയാണ്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തങ്കമണി. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. കുറെ കാലമായി തങ്കമണിയുടെ OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കിൽ തങ്കമണി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകന സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 20-നായിരിക്കും ആഭ്യന്തര കുറ്റവാളിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല ആക്ഷൻ മൂവിയായിരുന്നു ബസൂക്ക. എന്തുകൊണ്ടോ സിനിമ പരാജയപ്പെട്ടു. എന്നാലും ബസൂക്കയുടെ OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. പക്ഷേ OTT അവരെ ഹോൾഡ് ചെയ്യുകയാണ്. ഇപ്പോഴിതാ ബസൂക്ക സിനിമ OTTയിലെത്താൻ പോവുകയാണ്. C5 സെപ്റ്റംബർ മാസം 20-ന് മുന്നേ ബസൂക്ക സിനിമ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു മലയാള സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. തിയേറ്ററിൽ നിന്ന് നല്ല കളക്ഷനും സിനിമ നേടി. പക്ഷേ OTTയിൽ മാത്രം വരുന്നില്ല. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ അടുത്ത വീക്ക് OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 70 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ് ഹൃദയപൂർവ്വം. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഹൃദയപൂർവ്വത്തിന്റെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സത്യൻ അന്തിക്കാട്, മോഹൻലാല് കൂട്ടുകെട്ടിൽ പറഞ്ഞ സിനിമ തിയേറ്ററുകളിൽ ക്ലിക്കായി. ഇപ്പോഴിതാ സെപ്റ്റംബർ മാസം 30-ന് ഹൃദയപൂർവ്വം OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 250 കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക. ഒരുപക്ഷെ ഇൻഡസ്ട്രി ഹിറ്റാകാനും സാധ്യതയുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ 300 കോടി ലോക നേടിയേക്കും. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. കല്യാണി നസ്ലിനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ലോകയുടെ അടുത്ത ചാപ്റ്ററിൽ ടോനോ തോമസ് ആണ് പ്രധാന കഥാപാത്രം ചെയ്യുന്നത്. ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സിലാണ് ലോക സിനിമ വരുന്നത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോ ഒക്ടോബർ ആദ്യവാരമായിട്ടായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ ലോക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായങ്ങൾ നേടിയിട്ടും തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് സർക്കിറ്റ്. കാരണം ഇതൊരു ചെറിയ കഥയാണ്. ആസിഫ് അലിയാണ് സിനിമയിലെ നായകൻ. സർക്കിറ്റിന്റെ OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് സർക്കിറ്റിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 26-നാണ് മനോരമ മാക്സിൽ സർക്കിറ്റിന്റെ OTT. അടുത്തൊരു അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമയാണ് സുമതി വളവ്. 40 കോടിക്കടുത്ത് സിനിമ കളക്ഷൻ നേടി. സിനിമയിലെ പ്രേതമാണ് ഹൈലൈറ്റ്. ഒരുപാട് പേര് പേടിച്ചിട്ടാണ് സിനിമ കണ്ടത്. അതുപോലെ തന്നെ കോമഡിയും സിനിമയിലുണ്ട്. സുമതി വളവിന്റെ സെക്കൻഡ് പാർട്ട് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴിതാ സുമതി വളവ് OTT റിലീസിന് ഒരുങ്ങുകയാണ്. സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത് സൺനെസ്റ്റ് ആണ്. സിനിമയുടെ OTT റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അടുത്ത വീക്കിൽ സുമതി വളവ് OTTയിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. കൂടുതൽ പേരും കാത്തിരിക്കുന്നത് സുമതി വളവിനെ തന്നെയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ സിനിമകൾക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിക്കാറ്. എന്നാൽ OTTയിൽ ആർക്കും തന്നെ മമ്മൂട്ടി സിനിമകൾ വേണ്ട. അതിനർത്ഥമാണ് ഡൊമിനിക്കും ബസൂക്കയും. ഡൊമിനിക്കിന്റെ OTT ഇത്രയും കാലമായിട്ട് വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും OTTയിൽ വരാറുണ്ട്. ഇപ്പോഴിതാ അവസാനം ഡൊമിനിക്കിന്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായ ഡൊമിനിക് ആമസോൺ പ്രൈമിലാണ് OTT റിലീസ് ചെയ്യുന്നത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോടെ സിനിമ വരും. അടുത്തൊരു അപ്ഡേറ്റ് കർണ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. പുതിയ താരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല റിപ്പോർട്ടാണ് സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ട് സിനിമ OTTയിൽ വന്നിട്ടില്ല. 2023-ലാണ് സിനിമ റിലീസായത്. ഇപ്പോഴിതാ കർണ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ സെപ്റ്റംബർ മാസം 28-ന് മുന്നേ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു മാരിവിലും ഗോപുരങ്ങൾ. സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ OTT എന്തുകൊണ്ടോ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആമസോൺ പ്രൈം മാരിവിലും ഗോപുരത്തിന്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ സെപ്റ്റംബർ മാസം 25-നായിരിക്കും മാരിവിലും ഗോപുരത്തിന്റെ OTT
റിലീസ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.